ബഹുമാനികളെ, പ്രിയമുള്ളവരെ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഈ ചർച്ചയിൽ നിങ്ങളും ഞാനും ഏത് പക്ഷത്ത് നിൽക്കുന്നു? സൂംബ ഡാൻസ് ആവശ്യമുണ്ടോ ഇല്ലേ? അതിൽ നമ്മുടെ പൊസിഷൻ എന്താണ്? രണ്ടിലും നേരത്തെ ഇവിടെ പരാമർശിച്ച കാര്യങ്ങളാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ സാമുവൽ പവറിനെ സംബന്ധിച്ച് പറഞ്ഞു. ശാർങ്കുധരൻ സാറ് അധികാരത്തെയും പൗരോഹിത്യത്തെയും സംബന്ധിച്ച് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ആയിരത്താണ്ടുകളായി നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ പൗരോഹിത്യവും പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ ഒരു അധികാര സംവിധാനവും ചേർന്നുകൊണ്ടാണ് വർത്തമാനകാല ഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം എന്നും പ്രശ്നസങ്കീർണമാക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരം ഘട്ടങ്ങളിൽ ചില യുഗപുരുഷന്മാർ അവതരിക്കും. ഗുരുവിനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ഓരോ ഘട്ടങ്ങളിലായി ഗുരുക്കന്മാർ അവതരിക്കും. പക്ഷേ ആ ഗുരുക്കന്മാരെയും പൗരോഹിത്യം ഹൈജാക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമാധാനവും ശാന്തിയും കെടുത്തുന്നത് മതമായി മാറുന്നു, അല്ലെങ്കിൽ മതത്തിൻ്റെ നടത്തിപ്പുകാരായി മാറുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻ്റർഫെയ്ത്ത് ഡയലോഗാണല്ലോ. ഞാനിത് പറയാൻ കാരണം ഇതൊരു വലിയ വിഷയമാണ്. ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഒരു വലിയ അതാണ് ഈ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം സ്പർശിച്ചവരെല്ലാവരും പോയത്. ജമീല ടീച്ചർ എന്നോട് പറഞ്ഞത് ഒരു ഇസ്ലാമിക ദർശനത്തിൻ്റെയും അതിൻ്റെ കേരള പരിസരത്തിൻ്റെയും ഇൻ്റർഫെയ്ത്ത് കോണ്ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ കേരള സമൂഹത്തിന് സംഭവിച്ചത് എന്താണ് എന്നൊരു ആലോചനയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അപ്പം നമ്മൾ ഈ നോളജ് അതിനെ എന്നും അധികാരവർഗമാണ്. അതിൽ ജാതി ഉണ്ടാകാം, അതിൽ സമ്പത്തുണ്ടാകാം, മറ്റു പലതും ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് ഭാഷയുണ്ടാകാം, പലതരത്തിലാണ്. പക്ഷെ കേരളത്തിന് ഒരു സവിശേഷമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അത് MGS നാരായണൻ അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു 1-2 വർഷം മുന്നേ അദ്ദേഹം ഒരു ലേഖനം എഴുതി. MGS വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. എഴുതിയതിനേക്കാൾ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ മലയാളി ഇനിയും വേണ്ടവണ്ണം ആദരിക്കാതെ പോയ ഒരു മഹാപ്രതിഭയാണ് MGS എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. MGS കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രരേഖയെ സംബന്ധിച്ചൊരു ലേഖനം എഴുതിയതാണ്. കേരളത്തിൻ്റെ ദ ഫസ്റ്റ് റിട്ടൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് മലയാളത്തിലല്ലല്ലോ, അത് അറബി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. 1570കളിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് ആ കൃതി എഴുതിയിട്ടുള്ളത്. തുഹഫത്തുൽ മുജാഹിദീൻ എന്നാണ് അതിൻ്റെ പേര്. പോരാളികൾക്കുള്ള പാരിതോഷികം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ അത് തർജ്ജമ ചെയ്യാം. അപ്പോൾ ഈ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ MGS പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആ പുസ്തകം ഒരു ലക്ഷണമൊത്ത ചരിത്രകൃതിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കേരളത്തിൻ്റെ വിവിധ സമൂഹത്തെ സംബന്ധിച്ച്, വിവിധ വിഭാഗങ്ങളെ സംബന്ധിച്ച്, അവരുടെ സവിശേഷതകളെ സംബന്ധിച്ച് സത്യസന്ധമായി രേഖപ്പെടുത്തിയ പുസ്തകം അതാണ് എന്ന് ഞാൻ പറയും. തന്നെയുമല്ല, ആ പുസ്തകം ആരംഭിക്കുന്നത് ജിഹാദ് എന്ന അധ്യായം കൊണ്ടാണ്. ഈ പദം വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു പദമാണല്ലോ. അപ്പോൾ ഈ ജിഹാദ് എന്ന പദം അദ്ദേഹം മുസ്ലിങ്ങളോട് വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അതിന് വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സാമൂതിരിയാണല്ലോ അന്നത്തെ രാജാവ്. സാമൂതിരി
ഈ മതവിശ്വാസ കാര്യങ്ങളിൽ കുറേയൊക്കെ ചില ജാതീയമായ കാര്യങ്ങളിൽ പോലും വളരെ കാർക്കശ്യമുള്ള ആളായിരുന്നു. പക്ഷേ ഇങ്ങനെ സ്വന്തം വിശ്വാസത്തിൽ കാർക്കശ്യം പുലർത്തുമ്പോഴും പുറത്തുനിന്ന് വന്ന ഒരു സംസ്കാരത്തെയും ഒരു ദർശനത്തെയും സ്വീകരിക്കാൻ അദ്ദേഹം കാണിച്ച, അല്ലെങ്കിൽ കേരളത്തിലെ മധ്യകാലഘട്ടത്തിലെ രാജാക്കന്മാർ സ്വീകരിച്ച ഒരു വലിയ വിശാല കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സ്വന്തം മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. MGS അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഹൃദയവിശാലത എന്ന് പറയുന്ന സെക്കുലറിസം ഉണ്ടല്ലോ, അത് യൂറോപ്പിൻ്റെ സംഭാവനയാണ് എന്ന് നമ്മൾ പറയും. യൂറോപ്പിൽ സെക്കുലറിസം എങ്ങനെയാണ് സ്വീകാര്യമായത്? യൂറോപ്പിൽ സെക്കുലറിസം സ്വീകാര്യമായത് ജനങ്ങൾ മതത്തിൽ നിന്ന് അകന്നു നിന്നത് കൊണ്ട് മാത്രമാണ്. തൻ്റെ മതത്തോടുള്ള ആഭിമുഖ്യം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് യൂറോപ്പിൽ സെക്കുലറിസം വേര് പിടിച്ചത്. MGS പറയാണ്, കേരളത്തിൽ അങ്ങനെയല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലോക ചരിത്രത്തിലെ ആദ്യത്തെ തികവൊത്ത സെക്കുലർ സമൂഹം എന്ന് പറയുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കാലഘട്ടത്തിലെ കേരളീയ സമൂഹമായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ കാരണവും MGS പറയുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഹിന്ദുവായിരുന്ന സാമൂതിരിയുടെ രാജവംശത്തെ വൈദേശിക ആക്രമത്തിൽ നിന്ന്, അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് മുസ്ലിങ്ങളോട് വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഒന്നുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, സാമൂതിരി ഭരിക്കുന്ന ഒരു ഹിന്ദു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ ബാഹ്യ ഭീഷണികൾക്ക് പ്രതിരോധം തീർക്കുന്നതിനും വേണ്ടി ഇതാരാ ആഹ്വാനം ചെയ്യുന്നത്? 16-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും ലോകത്തിലെ റിലീജിയസ് സെമിനാരീസിൽ ജൂറിസ്പ്രൂഡൻസിൻ്റെ ആധികാരിക ഗ്രന്ഥം ഈ ഷെയ്ഖ് സൈനുദ്ദീൻ അറബിയിൽ എഴുതിയ ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനായ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയ ചരിത്രകൃതിയിൽ മുസ്ലിങ്ങളോട് ജിഹാദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നു, ഹിന്ദു രാജാവ് ഭരിക്കുന്ന ഈ ദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം MGS തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നായർ പടയാളികളെ കരസൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയായിരുന്നപ്പോൾ കുഞ്ഞാലി മരയ്ക്കാർമാർക്ക് നാവികപ്പടയുടെ ചുമതലയുമായിരുന്നു. ആ രാജ്യത്തെ സംരക്ഷിച്ചത് അങ്ങനെ ഒരു സംവിധാനത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്രം മലയാള ഭാഷയിലല്ല, അറബി ഭാഷയിൽ രചിക്കപ്പെടുന്നു. ആ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യത്തെ അധ്യായം ജിഹാദിനെ കുറിച്ചായിരിക്കുന്നു. ആ ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പോലെയോ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ഒരർത്ഥത്തിലും അല്ലാത്തൊരു ജിഹാദാണ് എന്ന്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ ഇതാരാണ്? പൊന്നാനി സ്കൂൾ. പൊന്നാനി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി സെൻറ്റർ ഫോർ ഇസ്ലാമിക് ലേണിംഗ് അതിൻ്റെ ഒരു ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് പൊന്നാനിയാണ്. അതാണ് പൊന്നാനിയെ മക്ക ഓഫ് കേരള എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മക്കയാണ് പൊന്നാനി എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആ പൊന്നാനിയിൽ പഠിച്ച് ഡിഗ്രി എടുക്കണമെങ്കിൽ പൊന്നാനി വിളക്കത്തോതണം. ഒരു വലിയ നിലവിളക്കാണ്. അപ്പോൾ നിലവിളക്ക് കത്തിക്കാമോ കത്തിക്കാൻ പാടില്ലേ എന്നുള്ള ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ ഡിഗ്രി എടുത്ത് പുറത്തു വരണമെങ്കിൽ വിളക്കത്തോതണം, അതായത് ഓതിത്തഞ്ഞ്, അതാണ് പഴയ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞിട്ട് ആ വിളക്കത്തിരുന്ന് ഓതാനുള്ള യോഗ്യത നേടുമ്പോൾ മാത്രമാണ് പഠിച്ച് പാസ്സായി ഡിഗ്രി എടുത്ത് പുറത്തേക്ക് പോകുന്നത്. ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, MGS തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോക സംസ്കാരത്തിന് ഇന്ത്യയുടെ ആദ്യത്തെ അംബാസഡർ ആയിരുന്നു അബു റൈഹാൻ അൽബിറൂനി എന്ന് പറയുന്നത്. കിതാബുൽ ഹിന്ദ് അഥവാ അൽബിറൂനീസ് ഇന്ത്യ എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അൽബിറൂനീസ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തുഹഫത്തുൽ മുജാഹിദീനുമായി നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. 2 മിനിറ്റ്, ഓക്കെ, ഞാൻ നിർത്താം. ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ തീരും. അപ്പോൾ ഈ അൽബിറൂനീസ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അൽബിറൂനി 1032 എൻ്റെ ഓർമ്മ. പ്രയാഗിൽ നടന്ന, ഇപ്പോൾ കുംഭമേള നടന്ന സ്ഥലമുണ്ടല്ലോ, പ്രയാഗിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ
ഈ അൽബറൂനി സംസാരിക്കുന്നുണ്ട്. അൽബറൂനി ഈസ് ബേസിക്കലി എ ജിയോളജിസ്റ്റ്, 100-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് സംസ്കൃതം പഠിപ്പിക്കാൻ ബ്രാഹ്മണ പണ്ഡിതന്മാർ തയ്യാറാകാത്തത് കൊണ്ട് ഒരു ജൈന മുനിയെ സമീപിച്ച് സംസ്കൃതം പഠിച്ച് 12 വർഷം ഇവിടെ നിന്ന് അന്ന് ലഭ്യമായിരുന്ന ഇന്ത്യൻ മിത്തോളജിയുടെ സകല കൃതികളും അദ്ദേഹം പഠിക്കുകയും ആ പുസ്തകത്തിലാണ് ഹിന്ദു ദർശനത്തിൻ്റെയും മിത്തോളജിയുടെയും അൽബറൂനി റെഫർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമല്ലാത്തത് കൊണ്ട്, അതാണ് അതിൻ്റെ പ്രസക്തി, ലഭ്യമല്ലാത്തത് കൊണ്ട് ആ ഹിന്ദു ദർശനത്തിൻ്റെയും മിത്തോളജിയുടെയും സോഴ്സസിൻ്റെ ഏക തെളിവായി ഉദ്ധരിക്കുന്നത് അൽബറൂനീസ് ഇന്ത്യയാണ്. ഞാൻ പറഞ്ഞത് ഹിന്ദു ദർശനം, മിത്തോളജി, ഫിലോസഫി ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ. എന്തിനേറെ ഈ വസ്തുശാസ്ത്രം അല്ലല്ല, നമ്മുടെ പിന്നെ ജ്യോത്സ്യന്മാർ പറയുന്നൊരു സംഭവം ഉണ്ട്, അല്ല അസ്ട്രോളജി, അതടക്കം ചർച്ച ചെയ്യുന്നൊരു പുസ്തകമാണ് നക്ഷത്രങ്ങളുടെ അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസം. പക്ഷേ ഹിന്ദു മതത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് വസ്തുതാപരമായ വിശകലനത്തിനപ്പുറത്തേക്ക് ഈ അൽബറൂനി മതത്തെ സംബന്ധിച്ചൊരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു പ്രസ്താവന ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അൽബറൂനി ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജൂറിസ്റ്റ് ആയിരുന്നു, ഷെയ്ഖ് സൈനുദ്ദീനെ പോലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതൻ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതൻ എന്ന് പറയാവുന്ന ജൂറിസ്റ്റ് ആയിരുന്നു, ഖാളി ആയിരുന്നു. ഖാളി മാത്രമല്ല, അദ്ദേഹം ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ട വ്യക്തിയും കൂടിയാണ് ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ. അപ്പോൾ ഇത് മധ്യകാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷമായി നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ്. അൽബറൂനി ദേശീയ തലത്തിൽ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൽബറൂനിയുടെ ഒരു പ്രസക്തിയും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ഒരു പ്രസക്തിയും തെളിവുകൾ ധാരാളം ഉദ്ധരിക്കാൻ കഴിയും. കേരളത്തിലെ ആദ്യത്തെ ഖുർആൻ പരിഭാഷ എഴുതിയത് നമ്മൾ പറയും വക്കം മൗലവിയുടെ ശിഷ്യനായിരുന്ന വക്കം മൈദീനാണെന്ന്. മലയാള ഭാഷയിൽ അല്ല, ഖുർആൻ്റെ ആദ്യത്തെ പരിഭാഷ എഴുതിയത് EV കൃഷ്ണപിള്ളയാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയുടെ മരുമകനാണ് EV കൃഷ്ണപിള്ള. അത് അദ്ദേഹം അന്നത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നു. മുഹമ്മദ് നബിയുടെ ഒരു ജീവചരിത്രം കൂടി നിങ്ങൾ എഴുതണം എന്ന് സ്വന്തം മരുമകനെ ഉപദേശിച്ചു. ആര്? EV കൃഷ്ണപിള്ള. ഖുർആന് 2 പദ്യ വിവർത്തനങ്ങളാണുള്ളത്. ഒന്ന് ദിവ്യദീപ്തി, മറ്റൊന്ന് അമൃതവാണി. ഒന്ന് KG രാഘവൻ നായരും പിന്നൊന്ന് പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ളൊരു മറ്റൊരു രാഘവൻ നായർ. 15 വർഷം എടുത്തതാണ് ഖുർആൻ്റെ സമ്പൂർണമായ പദ്യ വ്യാഖ്യാനം. ഇത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമായി ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ ഒരു മലയാളി സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ പേജുകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നൊരു സംഗതിയാണ്. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം പദ്യരൂപത്തിൽ എഴുതിയത് വിദ്വാൻ ഇസ്ഹാഖ് സാഹിബാണ്. വിദ്വാൻ ഇസ്ഹാഖ് സാഹിബ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 1930കളിലും 40കളിലും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇസുദ്ദീൻ മൗലവിയുടെ പെങ്ങളുടെ മകൻ. ഇസുദ്ദീൻ മൗലവിയാണ് വിദ്വാൻ ഇസ്ഹാഖ് സാഹിബിനെ ഈ ഭഗവത്ഗീതയുടെ കൈരളി ഭാഗവതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ബുക്ക് സ്റ്റാൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഞാൻ ഈ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇതാണ് കേരളീ സമൂഹം. ഇതിനെ നമുക്ക് എവിടെ വെച്ച് കൈമോശം വന്നുപോയി എന്നുള്ളത് ചർച്ചയ്ക്കിടയിൽ നമുക്ക് സംസാരിക്കാം എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.